Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ അച്ചിങ്ങയാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ അച്ചിങ്ങ ഞാൻ ഒടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ പീസായിട്ടാണ് ഞാൻ ഒടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ പൊളിക്കാനുള്ളതൊക്കെ പൊളിച്ചിട്ടുമുണ്ട്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിച്ചിടാനൊക്കെ കുറേ പയറുണ്ടെങ്കിൽ നല്ലതാണ്. നാടൻ പയറാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണൊന്നും ഇടണ്ട, അതിനേക്കാളും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടേക്കണത്. കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അച്ചിങ്ങ കിടക്കുന്ന ആ ലെവലിലാണ് വെള്ളം ഒഴിച്ചേക്കണത്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് വറ്റൽമുളക് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ചേർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വേവിച്ചാൽ മതി. അതല്ല പച്ചമുളക് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പം ഈ സ്റ്റേജിൽ തന്നെ സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ആദ്യമേ തീ കൂട്ടി വെക്കുക. തീ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് വെള്ളം തിളയ്ക്കും. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോ ആക്കുക, എന്നിട്ട് ഇത് അടച്ചു വെക്കുക. അച്ചിങ്ങയിലേക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊരു 6 ഉള്ളിയുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം അച്ചിങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി വറുത്തിടാം. ഇത് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേണ്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. മുളകൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഉള്ളിയും മുളകും ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഈ ഉള്ളിയും മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ അച്ചിങ്ങ ചേർക്കാം. തേങ്ങാക്കൊത്ത് ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണ ചൂടാവൂലേ, അപ്പോൾ അന്നേരം തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാറുണ്ട്. ഇനി ഈ അച്ചിങ്ങ ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഇപ്പോൾ അച്ചിങ്ങ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.